എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പിയെ വളരെ കുറച്ച് ചേരുവകൾ വെച്ചിട്ട് എന്നാലും നല്ല അടിപൊളി ടേസ്റ്റിൽ തയ്യാറാക്കിയിട്ട് എടുക്കാൻ പറ്റിയ ഒരു പായസത്തിന്റെ റെസിപ്പിയാണ്. അതുപോലെ തന്നെ നമുക്ക് കാണുമ്പോഴേ മനസ്സിലാവും നല്ല തിക്കായിട്ടിരിക്കുന്ന രീതിക്കുള്ള ഒരു അടിപൊളി പായസമാണ്. അപ്പം നമുക്ക് ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് ഒന്ന് കണ്ടു നോക്കാം. ഈ ഒരു വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ മറക്കാതെ തന്നെ ഒരു ലൈക്ക് ബട്ടണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യണേ. ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യുക. അപ്പം നമ്മുടെ ഈ ഒരു പായസം റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ നമുക്കിതിലേക്ക് വേണ്ടത് ഇതുപോലെ 1 കപ്പ് അളവിൽ ചൗരിയാണ്. ഞാനിപ്പോൾ ഇവിടെ നമുക്ക് സാധാരണ കിട്ടുന്ന ഒരു വൈറ്റ് കളറുള്ള ചൗരിയാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. അപ്പോൾ അതൊരു കപ്പ് ഈ ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം ഒരു 3-4 തവണ നമുക്ക് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കാം. ഒരുപാട് നമ്മൾ കൈ കൊണ്ട് ഉരച്ചൊന്നും കഴുകരുത്, ജസ്റ്റ് ഒന്ന് കഴുകിയെടുത്താൽ മതി. അപ്പോൾ കഴുകിയതിന് ശേഷം ഇതിലേക്ക് 2 കപ്പ് അളവിൽ വെള്ളം കൂടി ഒഴിച്ച് കൊടുത്ത് നമുക്ക് ഈ ഒരു ചൗരി ഒരു അരമണിക്കൂർ നേരത്തേക്കൊന്ന് കുതിരാൻ വേണ്ടിയിട്ട് വെക്കാം. മാക്സിമം അരമണിക്കൂർ, അതിൽ കൂടുതൽ സമയം നമ്മൾ ചൗരി കുതിരാൻ വേണ്ടിയിട്ട് ഇടരുത്. അരമണിക്കൂർ കഴിഞ്ഞ് ഇത് കണ്ടില്ല നന്നായിട്ട് തന്നെ നമുക്ക് ചൗരി ഒന്ന് കുതിർന്ന് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതുപോലെ ഒരു അരിപ്പപ്പാത്രത്തിലേക്ക് ഊറ്റി അതിൻ്റെ വെള്ളം ഫുള്ളായിട്ടൊന്ന് കളഞ്ഞിട്ട് എടുക്കാം. അപ്പോൾ വെള്ളം മുഴുവനും പോയതിന് ശേഷം ഇതുപോലൊരു പാത്രത്തിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ അളവിൽ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നെയ്യൊന്ന് ചൂടായിട്ട് വരുമ്പോഴത്തേക്കും ഈ ഒരു ചൗരി നെയ്യിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒരു 3-4 മിനിറ്റോളം തീയൊന്ന് കുറച്ച് വെച്ച് കൊടുത്തിട്ട് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഒരു 3-4 മിനിറ്റോളം തന്നെ തീയൊന്ന് കുറച്ച് വെച്ച് കൊടുത്തിട്ട് ഇതുപോലെ ഒന്ന് ഇളക്കിയതിന് ശേഷം ഇനി നമുക്കിതിലേക്ക് ഒരു 3 കപ്പ് അളവിൽ നല്ല ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കണം കേട്ടോ. പച്ചവെള്ളമല്ല, ചൂടുവെള്ളം ഇതുപോലെ നമുക്ക് ഒരു 3 കപ്പ് ഒഴിച്ചു കൊടുക്കാം. 3 കപ്പ് അളവിൽ ചൂടുവെള്ളം ഇതുപോലെ ഒഴിച്ചു കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇനി നമുക്കൊരു ചൗരി നന്നായിട്ടൊന്ന് വേവിച്ചിട്ടെടുക്കണം. അപ്പോൾ ഇതുപോലെ ഒന്ന് ഇളക്കി ഇതൊന്ന് തിളച്ച് കയറി വരാൻ തുടങ്ങുന്ന ഒരു സമയത്ത് നമുക്ക് മൂടിയൊന്ന് വെച്ചൊന്ന് അടച്ചു വെച്ച് കൊടുക്കാം. ഇതുപോലെ നമ്മൾ മൂടി വെച്ച് അടച്ചു വെച്ച് കൊടുത്തതിന് ശേഷം തീയൊന്ന് കുറച്ച് വെച്ച് കൊടുത്തിട്ട് വേണം കേട്ടോ നമ്മളിത് വേവിച്ചിട്ടെടുക്കാൻ വേണ്ടിയിട്ട്. കാരണം നമ്മളിത് തീ കൂട്ടിയിട്ടാൽ ഇത് പെട്ടെന്ന് അങ്ങ് ഒരു വെള്ളം വറ്റിപ്പോവും. അപ്പോൾ തീ കുറച്ച് വെച്ച് കൊടുത്തിട്ട് ഒരു 10 മിനിറ്റൊക്കെ ആകുമ്പോഴത്തേക്കും നമുക്കിത് വെന്ത് കിട്ടും. അപ്പോൾ ഇതുണ്ടല്ലോ ഏകദേശം ഒരു വെള്ളമൊക്കെ നന്നായിട്ടൊന്ന് വറ്റി വന്നിട്ടുണ്ട്. ഈ ഒരു സമയം കൊണ്ട് അത്യാവശ്യം നന്നായിട്ട് തന്നെ നമുക്ക് ചൗരി വെന്ത് വന്നിട്ടുണ്ടാവും. പിന്നെ നമ്മൾ പാലും ചേർത്ത് കൊടുക്കുന്ന ഒരു സമയത്ത് പൂർണ്ണമായിട്ട് നമുക്ക് വെന്ത് കിട്ടുന്നതാണ്. അപ്പോൾ ഇത് കണ്ടില്ല ഇതുപോലെ ഒരു വെള്ളമൊക്കെ വറ്റി ഈ ഒരു പാകമായിട്ട് നമുക്ക് ചൗരി വെന്ത് വരുമ്പോഴത്തേക്കും ഇനിയാണ് നമ്മളിതിലേക്ക് പാല് ചേർത്ത് കൊടുക്കേണ്ടത്. ഞാനിപ്പോൾ ഇതിലേക്ക് 1 ലിറ്റർ അളവിൽ പാലാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. പാല് നമ്മൾ ചേർത്ത് കൊടുക്കുമ്പോൾ പായസത്തിന് നല്ലൊരു ടേസ്റ്റ് കിട്ടണമെങ്കിൽ ഫുൾ ഫാറ്റ് പാൽ തന്നെ വേണം കേട്ടോ ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. വെള്ളം ചേർത്തിട്ടുള്ള പാല് നമ്മൾ ചേർത്ത് കൊടുത്താൽ ഒരിക്കലും നമുക്ക് പായസത്തിന് ഒരു നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ ഫുൾ ഫാറ്റ് പാല് ചേർത്ത് കൊടുത്താലാണ് നമ്മുടെ ഒരു പായസത്തിന് നല്ലൊരു ടേസ്റ്റ് കിട്ടുന്നത്. അപ്പോൾ 1 ലിറ്റർ അളവിൽ ഫുൾ ഫാറ്റ് പാൽ ഇതുപോലെ ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ 1 ലിറ്റർ അളവിൽ പാല് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുത്തതിന് ശേഷം ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള മധുരം ചേർത്ത് കൊടുക്കണം. മധുരത്തിനായിട്ട് നിങ്ങൾക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം, അല്ലെങ്കിൽ ഇതുപോലെ കണ്ടൻസ്ഡ് മിൽക്ക് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ. പഞ്ചസാരയ്ക്ക് പകരം നമ്മൾ ഇതുപോലെ കണ്ടൻസ്ഡ് മിൽക്കാണ് ചേർത്ത് കൊടുക്കുന്നതെങ്കിൽ കുറച്ചും കൂടി നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ ഈ ഒരു പായസം കുടിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആദ്യം ഒരു അരക്കപ്പ് അളവിൽ കണ്ടൻസ്ഡ് മിൽക്ക് ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഇളക്കി അതിൻ്റെ മധുരം നോക്കിയതിന് ശേഷം വീണ്ടും ഒരു അരക്കപ്പും കൂടി ഞാൻ കണ്ടൻസ്ഡ് മിൽക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ഞാൻ ആദ്യമേ പറഞ്ഞ പോലെ തന്നെ നമുക്ക് ഈ ഒരു കണ്ടൻസ്ഡ് മിൽക്കിന് പകരം നിങ്ങൾക്ക് പഞ്ചസാര വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. കണ്ടൻസ്ഡ് മിൽക്കാണ് ചേർത്ത് കൊടുക്കുന്നതെങ്കിൽ കുറച്ചും കൂടി നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവുന്നുള്ളൂ. അപ്പോൾ വീണ്ടും ഒരു അരക്കപ്പ് അളവിൽ കണ്ടൻസ്ഡ് മിൽക്കും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഞാനിതൊന്ന് ഇളക്കിയെടുക്കുകയാണ്. ഈ ഒരു പായസത്തിൻ്റെ ഒരു പരുവം എന്ന് പറയുന്നത് അത്യാവശ്യം നല്ല തിക്കായിട്ട് നമുക്ക് കിട്ടണം കേട്ടോ. അപ്പോൾ കുറച്ച് സമയം തന്നെ നമ്മൾ എന്തായാലും ഇത് ഇളക്കി കൊടുക്കണം. കുറച്ച് സമയം നമ്മൾ മീഡിയം ടു ലോ ഫ്ലെയിമിൽ ഇട്ട് കൊടുത്ത് ഒന്ന് ഇളക്കി കൊടുത്താൽ മാത്രമേ നമ്മുടെ പായസം അതുപോലെ നല്ലൊരു കുറുകിയ ഒരു പരുവത്തിന് നമുക്ക് കിട്ടത്തുള്ളൂ. ഇനി ഈ ഒരു പായസത്തിന് ചെറിയൊരു യെല്ലോ കളർ കിട്ടാനും അതുപോലെ തന്നെ ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് നമ്മുടെ ഉണ്ടെങ്കിൽ മാത്രം, തീർത്തും ഓപ്ഷണലാണ്, ഉണ്ടെങ്കിൽ മാത്രം ഇതുപോലെ കുറച്ച് കുങ്കുമപ്പൂവിൽ ഒരു 1/4 കപ്പ് അളവിൽ ഇളം ചൂടുള്ള പാലും കൂടി ചേർത്ത് കൊടുത്ത് ഒരു അരമണിക്കൂർ വെക്കുക. ഒരു അരമണിക്കൂറൊക്കെ വെച്ച് കഴിയുമ്പോഴത്തേക്കും ഈ ഒരു കളറായിട്ടുണ്ടാവും. അപ്പോൾ ഈ ഒരു സഫ്രോൺ മിൽക്കും കൂടെ നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇത് തീർത്തും ഓപ്ഷണലാണ് കേട്ടോ, നമ്മുടെ ഉണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ ഈ ഒരു പായസത്തിന് കുറച്ചും കൂടി നല്ലൊരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു 3/4 ടീസ്പൂൺ അളവിൽ ഏലക്കാപ്പൊടി ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഒരു 3/4 ടീസ്പൂൺ അളവിൽ ഏലക്കാപ്പൊടിയും കൂടി ഇട്ട് കൊടുത്ത് നമുക്ക് നന്നായിട്ട് ഇളക്കിയിട്ട് എടുക്കാം. ഈ ഒരു സമയത്ത് പായസം ആയതുകൊണ്ട് തന്നെ ഒരു നുള്ളു ഉപ്പും കൂടി നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഒരു ഏലക്കാപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്ത് മീഡിയം ടു ലോ ഫ്ലെയിമിൽ ഇട്ട് കൊടുത്ത് നന്നായിട്ട് ഇളക്കിയിട്ട് എടുക്കാം. അപ്പോൾ കുറച്ച് സമയം കഴിഞ്ഞപ്പോഴത്തേക്കും തന്നെ ഇതുകൊണ്ടല്ലോ ഏകദേശം നമുക്കൊന്ന് കുറുകി വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇതിലും കുറച്ചും കൂടി നന്നായിട്ടൊന്ന് കുറുകി വരണം കേട്ടോ, എങ്കിൽ മാത്രമേ നമ്മുടെ ഒരു പായസത്തിന് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവത്തുള്ളൂ. ഇതിപ്പോൾ കണ്ടില്ല ഏകദേശം നമുക്കൊന്ന് കുറുകി കിട്ടിയിട്ടുണ്ട്. ഈ ഒരു സമയത്ത് ഇതിൻ്റെ ഒരു മധുരം നോക്കുക. അപ്പോൾ ഞാനിപ്പോൾ ഇതിൽ നോക്കിയപ്പോൾ നമുക്ക് ആ ഒരു പായസം കുടിക്കുന്നതിൻ്റെതായിട്ടുള്ളൊരു കറക്റ്റ് മധുരമായിട്ടില്ല. അതുകൊണ്ട് ഒരു 3-3.5 ടേബിൾ സ്പൂൺ കൂടി ഞാനിതിലേക്ക് പഞ്ചസാര ഒന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഒരു കണ്ടൻസ്ഡ് മിൽക്ക് കൂടാതെ ഈ ഒരു സമയത്ത് ഒരു 3-3.5 ടേബിൾ സ്പൂൺ അളവിൽ പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുത്തപ്പോഴാണ് എനിക്ക് കറക്റ്റായിട്ട് നമുക്കൊരു പായസം കുടിക്കുന്നതായിട്ടുള്ളൊരു മധുരം കിട്ടിയിരിക്കുന്നത്.
അപ്പോൾ പായസത്തിന് അധികം മധുരം വേണ്ടാന്നുള്ളവരാണെങ്കിൽ അതിനനുസരിച്ച് വേണം ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇതിപ്പോൾ നമ്മളിവിടെ 1 ലിറ്റർ അളവിൽ പാലിൻ്റെ അളവിലാണ് ചെയ്തിരിക്കുന്നത്. ഇനി നിങ്ങൾക്ക് 1/2 ലിറ്റർ പാലിലൊക്കെ ചെയ്താൽ മതി എന്നുണ്ടെങ്കിൽ നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിരിക്കുന്ന ചേരുവകളെല്ലാം തന്നെ പകുതി അളവിലെടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഈ ഒരു സമയത്ത് ഈ ഒരു പായസത്തിന് കുറച്ചും കൂടി നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് 1 ടീസ്പൂൺ അളവിൽ നമുക്ക് റോസ് വാട്ടറും കൂടി ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം. അത് ചേർത്ത് കൊടുത്താൽ പായസത്തിന് കുറച്ചും കൂടി നല്ലൊരു ടേസ്റ്റ് കിട്ടും. അപ്പോൾ അത് ഒഴിവാക്കാതിരിക്കുക. അപ്പോൾ മീഡിയം ടു ലോ ഫ്ലെയിമിലേക്ക് മാറ്റിയിട്ട് കൊടുത്ത് ഏകദേശം ഒരു 20-25 മിനിറ്റ് ഒക്കെ ആകുമ്പോഴത്തേക്കും എനിക്കിത് കണ്ടില്ല ഈ ഒരു പരുവത്തിൽ നിന്ന് കുറുകി കിട്ടിയിട്ടുണ്ട്. ഇതിൽ ഒരുപാട് നമ്മളങ്ങ് കുറുക്കിയെടുക്കണ്ട, കാരണം ചൗരി ആയതുകൊണ്ട് തന്നെ നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്ത് ഒരു 5 മിനിറ്റ് ഒക്കെ വെക്കുമ്പോഴത്തേക്കും ഇതിലും കുറച്ചും കൂടി ഇതങ്ങ് കുറുകിപ്പോവും. അപ്പോൾ ഈ ഒരു പാകമായിട്ട് വരുമ്പോഴത്തേക്കും നമ്മൾ ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഒരു 5 മിനിറ്റ് കഴിഞ്ഞ് നമ്മൾ തുറന്ന് നോക്കുമ്പോഴത്തേക്കും ഇത് കുറച്ചും കൂടി കുറുകിയിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് ഇതുപോലെ ഒരു പാനിലേക്ക് ഒരു 1.5 ടേബിൾ സ്പൂൺ അളവിൽ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നെയ്യൊന്ന് ചൂടായിട്ട് വരുമ്പോഴത്തേക്കും കുറച്ച് കാഷ്യൂനട്ട് ഇട്ട് കൊടുത്ത് ഞാനൊന്ന് ഫ്രൈ ചെയ്തിട്ടെടുക്കുകയാണ്. കാഷ്യൂനട്ട് അത്യാവശ്യം ഒന്ന് ഫ്രൈ ആയി വരുമ്പോഴത്തേക്കും കുറച്ച് ഉണക്കമുന്തിരിയും കൂടെ നമുക്ക് ഇട്ട് കൊടുത്തൊന്ന് ഫ്രൈ ചെയ്തിട്ടെടുക്കാം. അപ്പോൾ ഇത് രണ്ടും ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് പായസത്തിലേക്ക് ഇട്ട് കൊടുത്താൽ മതി. എന്നിട്ട് നന്നായിട്ട് ഇതൊന്ന് ഇളക്കി കൊടുക്കുക. ഇതുണ്ടല്ലോ നേരത്തേനെക്കാട്ടിൽ ഇത് കുറച്ചും കൂടി ഒന്ന് കുറുകി കിട്ടിയിട്ടുണ്ട് നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്ത് കുറച്ച് സമയം വെച്ചപ്പോഴത്തേക്കും. അപ്പോൾ നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ ഒരു ചൗരി പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. നമ്മളൊരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ ഇട്ട് കൊടുത്തിട്ട് തന്നെ ഇതിൽ കുറച്ച് സമയം എടുത്തിട്ട് ഈ ഒരു പരുവത്തിന് നമ്മളൊന്ന് കുറുക്കിക്കൊണ്ടിരണം. എങ്കിൽ മാത്രമേ ഞാൻ പറയുന്ന ഒരു കറക്റ്റ് ടേസ്റ്റ് നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ. നല്ല രുചിയുള്ളൊരു പായസമാണ് കേട്ടോ. നമുക്ക് വിശേഷപ്പെട്ട ദിവസങ്ങളിലൊക്കെ ധൈര്യമായിട്ട് ട്രൈ ചെയ്ത് നോക്കാൻ പറ്റിയൊരു അടിപൊളിയായിട്ടുള്ളൊരു റെസിപ്പിയാണ്. അപ്പോൾ ചൗരി വെച്ചിട്ട് നിങ്ങൾ പായസം ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുക കേട്ടോ. ഉണ്ടാക്കി നോക്കുകയാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ മറക്കാതെ തന്നെ നമ്മുടെ കമൻറ്റ് ബോക്സിൽ വന്ന് അറിയിക്കുക. അതുപോലെ തന്നെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ മറക്കാതെ തന്നെ ഒരു ലൈക്ക് ബട്ടണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യണേ. ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യുക. പുതിയതായിട്ട് നമ്മുടെ ഒരു ചാനൽ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിലും ഇതുവരെയായിട്ടും ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിലും താഴെ കാണുന്ന ഒരു റെഡ് സബ്സ്ക്രൈബ് ബട്ടണും കൂടെ ഒന്ന് പ്രസ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. കൂട്ടത്തിൽ കാണുന്ന ബെല്ലൈക്കണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് അതിൽ ഓൾ എന്ന ഒരു ഓപ്ഷൻ തന്നെ കൊടുക്കുകയാണെങ്കിൽ ഞാൻ പുതിയ റെസിപ്പികളൊക്കെ ഇടുന്ന സമയത്ത് നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. ഇൻഷാ അല്ലാഹ് വീണ്ടും നമുക്കിതുപോലെ നല്ലൊരു റെസിപ്പിയായിട്ട് കാണാം.